ശക്തമായ ഒരു മഴ പെയ്താൽ കാഞ്ചിയാർ അഞ്ചുരുളി ജോണിക്കട പാലം വെള്ളത്താൽ മൂടും. ഇതോടെ അഞ്ചുരുളി ടണൽ ഭാഗത്തെ കുടുംബങ്ങൾ ഒറ്റപ്പെടും. ജോണിക്കട ഭാഗത്ത് പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ ഇവയെല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയാണ്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിലേക്ക് എത്തുന്ന പാതയിലാണ് ഈ പാലമുള്ളത്. താരതമ്യേന ചെറിയതും പൊക്കം കുറഞ്ഞതുമായ പാലമാണ് കാഞ്ചിയാർ അഞ്ചുരുളി റോഡിലെ ജോണിക്കട പാലം. കാഞ്ചിയാർ അഞ്ചുരുളി റോഡിൽ കട്ടപ്പനയാറിന് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. നീണ്ടു നിൽക്കുന്ന ഒരു ശക്തമായ മഴ പെയ്താൽ കട്ടപ്പനയാറ്റിൽ ജലം ഉയരും. തുടർന്ന് ഈ പാലം മൂടി വെള്ളം ഒഴുകുന്ന സാഹചര്യമാണ്. ഇതോടെ അഞ്ചുരുളി ടണൽ ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ഒറ്റപ്പെടും. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലും ഈ പാലത്തിന് മുകളിലൂടെ വെള്ളം കയറി ഒഴുകി. ഇതോടെ ഇരുഭാഗത്തേക്കുമുള്ള വാഹന കാൽനട യാത്ര പ്രതിസന്ധിയിലുമായി. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ അഞ്ചുരുളിയിലേക്ക് പോകുന്ന ജോണിക്കട പാലമാണ് ഈ കാണുന്നത്. ഈ പാലം ഒരു ഒറ്റ മഴ പെയ്താൽ ഈ പാലത്തിൽ വെള്ളം കയറുകയും ഗതാഗതം ഇങ്ങോട്ടുള്ളത് സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ നാട് ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അടിയന്തരമായി ഈ പാലം വീതി കൂട്ടി പൊക്കം കൂട്ടി പണിത് ഈ അഞ്ചുരുളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള വഴി രണ്ടുവഴി പാതയാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം ജനങ്ങളെ കൂട്ടി ശക്തമായ സമര പരിപാടികൾക്ക് BJP നേതൃത്വം കൊടുക്കുമെന്നും അറിയിക്കുകയാണ്. വർഷങ്ങളായി ഇവിടെ ഒരു പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഉയരുന്നതാണ്. പ്രദേശവാസികൾ ഉൾപ്പെടെ ജനപ്രതിനിധികൾക്ക് നിവേദനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും പുതിയ പാലം എന്നത് പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിലേക്ക് സഞ്ചാരികൾ ഈ പാലം വഴിയാണ് കടന്നു പോകുന്നത്. ഇക്കാര്യങ്ങളെല്ലാം നിലനിൽക്കെ പുതിയ പാലം നിർമ്മിക്കുവാൻ സർക്കാർ തലത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ ശക്തമായ വെള്ളമൊടുക്കാണ് കട്ടപ്പനയാറ്റിലുള്ളത്. എന്നാൽ ഈ പാലത്തിന് സുരക്ഷാ കൈവഴികൾ ഒന്നും തന്നെ ഇല്ല. സ്കൂൾ കുട്ടികളടക്കം ഈ പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.